Welcome to the next session of the differential equation. In this session we discuss this session നമ്മൾ ചർച്ച ചെയ്യുന്നത് linear differential equation of first order linear differential equation കുറിച്ചാണ്. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സെഷൻസ് നമ്മൾ കൈകാര്യം ചെയ്തു. അതിൽ വ്യത്യസ്തമായ രീതിയിൽ ഹോമോജീനിയസ് കേസിലും നോൺ ഹോമോജീനിയസ് കേസിലും എങ്ങനെയാണ് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിറ്ററേച്ചറിൽ അവൈലബിൾ ആണ്. അതിൽ കുറച്ച് വ്യത്യസ്തമായ പ്രോബ്ലംസ് കൂടിയാണ് ഈ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ജനറൽ ഫോം നമുക്കറിയാം. y ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായി വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈ ഡാഷ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഹോമോജീനിയസ്. ഇതിന് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു സി ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് പ്ലസ് സി ആണെന്ന് എഫ് എക്സ് ഡി എക്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നോൺ ഹോമോജീനിയസ് കേസ് സൊല്യൂഷൻ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളവിടെ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അതിനകത്തേക്ക് വരുമ്പോൾ അതിലെന്ത് ചെയ്യും, സൊല്യൂഷൻ കാണാനായിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായ എഫ് എക്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായ എഫ് എക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പറയാൻ സാധിക്കും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും വരെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അങ്ങനെയാവുമ്പോൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് ദിസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് എക്സ് ആർ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ആയിരിക്കും സൊല്യൂഷൻ എന്നാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യാൻ പഠിച്ച്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ് വൈ ഡാഷ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നുള്ളൊരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ കേസിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നാണ് വരുന്നുണ്ടാവുക. ഇതിന് സിമിലറായിട്ട് നമുക്ക് വൈയിൽ ഇക്വേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ പ്ലസ് അല്ലേ എഫ് എക്സിന് പകരം സം എഫ് വൈ ഓർ ജി വൈ ഇൻറ്റു എക്സ്, വൈക്ക് പകരം എക്സ് മാറിയിട്ട് ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് വൈ വരുന്നൊരു കേസാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി മാറും. ജനറൽ സൊല്യൂഷൻ നമുക്ക് മാറ്റി പറയാൻ പറ്റും. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ആരായിരിക്കും, വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് പകരം ഇവിടെ വരുന്നത് എന്തായിരിക്കും, വൈക്ക് പകരം അവിടെ വരുന്ന ആരായിരിക്കും, എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ വൈ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി വൈ. ഡി എക്സിന് പകരം ആരായിരിക്കും, ഡി വൈ പ്ലസ് സി ആയിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ. ആ ഒരു പാർട്ടിലൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. Question. Okay, fine. The question is find general solution of the differential equation. Find general solution of differential equation. Find general solution of the differential equation dy by dx minus y is equal to cos x. dy by dx minus y is equal to cos x. Okay, this is our equation 1. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും ഇവിടെ ഇതിനകത്ത് വരുന്ന എഫ് എക്സ് അല്ലേ, അതായത് വൈയുടെ കോയിഫിഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -1 ആണ്. ജി എക്സ്
അല്ലേ സോറി ജി എക്സ് അല്ല, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ടേം ആർ എക്സ് ആണ്. സോ ആർ എക്സ് ഇസ് ഈക്വൽ ടു ആരായി മാറും? കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പടി നമ്മൾ എന്ത് കാണലാണ്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണല. കാരണം സൊല്യൂഷൻ നമുക്കറിയാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കണ്ടെത്തണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് നമുക്കറിയാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ആരാ വരുന്നത്? ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് എക്സ് ഡി എക്സ് സ്മോൾ എഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് എക്സിൻ്റെ വാല്യൂ ആരാ വരുന്നത്? -1 ആണ്. -1 ഡി എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു -6 ആയിരിക്കും. സോ വി ഫൗണ്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ആരാ വരുന്നത്? ഇ റൈസ് ടു -6 ആണ് അവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു -6 എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ 2 സൊല്യൂഷൻ്റെ ജനറൽ ഫോർമാറ്റാണ്. ആ ജനറൽ ഫോർമാറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭ്യമാവും? ദിസ് ഇസ് ഈക്വൽ ടു അല്ലേ ഇ റൈസ് ടു -6നെ മൾട്ടിപ്ലൈ ചെയ്ത് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് y into integrating factor is e raised to -6. Okay, then ആരാ വരുന്നത്? ഇൻ്റഗ്രൽ ഓഫ് ആർ എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് ആണ്. ആർ എക്സിൻ്റെ വാല്യൂ ആരാ? കോസ് എക്സ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു -6 ഡി എക്സ് പ്ലസ് സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു എയിം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രൽ വാല്യൂവിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ആ ഇൻ്റഗ്രൽ വാല്യൂവിനെ മാത്രമായിട്ട് ഞാൻ ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ 3യിലേക്ക് നമുക്ക് പിന്നീട് കൊണ്ടുവന്നിട്ട് ഈ ഇൻ്റഗ്രേഷൻ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനൊരു പേര് കൊടുത്തു. ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് ഈ കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു -6ന് പകരം ഞാൻ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ആർക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നു? ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഓക്കെ, നോ പ്രോബ്ലം, കോസ് എക്സിന് നമുക്ക് പ്രിയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ ആർക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നു? ദിസ് ഈസ് കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു -6 ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. സോ ഹിയർ അവിടെ നമുക്ക് പറയാൻ കഴിയും ദിസ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് നമുക്ക് പറയാം എന്താ വരുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? ഇ റൈസ് ടു -6. ഇ റൈസ് ടു -6ൻ്റെ ഇൻ്റഗ്രൽ ആരാ? ഇ റൈസ് ടു -6 ഡിവൈഡഡ് ബൈ ഇ റൈസ് ഡെറിവേറ്റീവ് ഓഫ് -6 ൻ്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് -6 ഈസ് -1. ഓക്കെ, നൗ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ആരാ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആരാ? -sin x ആണ്. -sin x ഇൻറ്റു എന്താ വരുന്നത്? വീണ്ടും ഇൻ്റഗ്രൽ ഓഫ് ദ this one e raised to -6. Integral of e raised to -6 is e raised to -6 divided by -1 dx ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാൻ കഴിയും ദിസ് ഇസ് ഈക്വൽ ടു -cos x ഇൻറ്റു ഇ റൈസ് ടു -6 ആൻഡ് ഇവിടെ എന്താ ഈ -sin x-ഉം -1 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എന്താ വരുന്നത്? sin x ഇൻറ്റു ഇ റൈസ് ടു -6 ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത പോലെ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് വരുന്നുണ്ട്. ആ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത രീതിയിൽ വരുന്ന സമയത്ത് ഇവിടെ ആരാ വരുന്നത്? ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കിയിട്ടും സെക്കൻഡ് ഫംഗ്ഷനായിട്ടും ആരെ പിടിക്കാം? ഫസ്റ്റ് ഫംഗ്ഷൻ sin x-ഉം സെക്കൻഡ് ഫംഗ്ഷൻ ആരാ വരുന്നത്? ഇ റൈസ് ടു -6 ആണ്. വീണ്ടും നമ്മൾ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം -cos x ഇൻറ്റു ഇ റൈസ് ടു -6 ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, this implies minus cos x. See, okay, this implies this is equal to minus cos x
ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിക്സ്, അതായത് ഐ ഈസ് ഈക്വൽ ടു ഓക്കെ ഇ റേസ് ടു മൈനസ് സിക്സ്. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്, മൈനസ് ഓക്കെ സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിക്സ് ആണ്, മൈനസ് ഓഫ് അല്ലെ ഇൻ്റഗ്രലിനകത്ത് എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. സോ മൈനസ് സൈൻ എക്സ്, സോ സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് സിക്സ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇ റേസ് ടു മൈനസ് സിക്സ് ഡിവൈഡഡ് ബൈ മൈനസ് വൺ മൈനസ് integral of derivative of first function, derivative of sin x is equal to derivative of sin x is equal to integral of derivative of first function, that is cos x. Derivative of sin x is cos x and integral of the e raised to minus x. E raised to minus x ന്റെ integral നമ്മൾ പറഞ്ഞു ആരായിരുന്നു, e raised to minus x divided by minus 1 into dx. Okay, fine. അതിനകത്തേക്ക് നമ്മൾ വീണ്ടും ഇതിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും, ഇൻ്റഗ്രലോ മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിക്സ് മൈനസ് ഇവിടെ വരുന്ന ഈ അതിനകത്തേക്ക് ഞാൻ മൈനസ് സൈനെ ഇങ്ങ് പൊളിച്ചു കൊടുക്കുകയാണ്. സോ ഈ മൈനസും കൂടി ചേരുമ്പോൾ പ്ലസ് ആയി പോവും, പ്ലസ് ഈ സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിക്സ്. ഫൈനലി ഇൻ്റഗ്രലിൻ്റെ ഭാഗത്തേക്ക് വരാം. ആ ഇൻ്റഗ്രലിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ മൈനസ് വണ്ണും ഈ മൈനസ് വണ്ണും കൂടി പ്ലസ് ആവും, പുറത്തൊരു മൈനസ് കൂടി ഉണ്ട്. അപ്പോൾ 3 നെഗറ്റീവ് സൈൻ വരുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ അവിടെ ബാലൻസ് ആവും. അപ്പോൾ ബാലൻസ് വരുന്ന ആരാ വരുന്നത്, ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും, ഈ രണ്ട് കേസിലും ആര് കോമണാ, ഇവിടെ വരുന്ന സമയത്ത് ഇതിൽ രണ്ടിലും ആരുണ്ട്, ഇ റേസ് ടു മൈനസ് എക്സ് കോമണാ. ആ ഇ റേസ് ടു മൈനസ് എക്സിനെ ഞാനിങ്ങോട്ട് പുറത്തോട്ടെടുത്തു, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു പിന്നെ അവിടെ ബാലൻസ് ഉള്ള ആരാ, ഇവിടെ ഒരു പ്ലസ് സൈൻ എക്സ് ഉണ്ട്, അതോടുകൂടെ തന്നെ ആരുണ്ട്, ഒരു മൈനസ് കോസ് എക്സും ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്കിവിടെ അടുത്തൊരു ടേം വരുന്നത് ഇൻ്റഗ്രലിൻ്റെ ടേമാണ്. ആ ഇൻ്റഗ്രലിൻ്റെ ടേമിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ഐ എന്തായിരുന്നു. യുവർ ഐ ഈസ് ആക്ച്വലി അല്ലേ, നമ്മുടെ ഐ എന്തായിരുന്നു, ഐ ഈസ് ആക്ച്വലി എന്താ വരുന്നത്, ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആ. ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആണ്. ആ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് എവിടെ വരുന്നത്, ഇതിനകത്ത് വരുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ഐ, അത് ആക്ച്വലി അതെന്താ വരുന്നത്, ഐ ആണ്. സോ മൈനസ് ഐ. സോ ഐ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് സിക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഐ ആ. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മളിതിനകത്തേക്ക് ഈ ഐയെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഈ ഐനെ പിടിച്ച് കൊണ്ടുവരുമ്പോൾ മൈനസ് ഐ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഐ ആയി മാറും. സോ ദ വാല്യൂ വിൽ ബി 2i is equal to ആരാ വരുന്നത്, ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഓക്കെ, ഈ നമുക്ക് ഈ 2നെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം, 2 ഡിനോമിനേറ്ററിലേക്ക് വരും. സോ ഫൈനലി നമുക്ക് എന്ത് ലഭ്യമാവും, ദിസ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഓക്കെ, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഐ. അപ്പോൾ ഈ ഐയെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഐ എവിടെ കൊണ്ടുവന്ന്, ഐനെ നമ്മൾ എടുത്തത് ഈ പാർട്ടിൽ നിന്നാണ്. എവിടെ നിന്നാണ്, ക്വസ്റ്റിനകത്ത് വൈ അല്ലേ, ഇക്വേഷൻ 3 വൈ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ 3 നമ്മൾ ആരെടുത്ത്, ഐ എടുത്ത്. നോ ഐനെ നമ്മൾ സോൾവ് ചെയ്തു. ഐ സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഐ ഈസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇക്വേഷനകത്ത് കൊണ്ടേ കൊടുക്കാം. ദർഫോർ ഇക്വേഷൻ 3 വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇൻ്റഗ്രലിന് പകരം നമ്മൾ ആ വാല്യൂ കൊടുക്കും. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദർഫോർ സൊല്യൂഷൻ ഈസ്
ഓക്കെ ദെർഫോർ സൊല്യൂഷൻ എന്തായിരിക്കും therefore solution is ആരാ വരുന്നത് y into e raised to minus x is equal to അല്ലേ നമുക്ക് എന്താ വരുന്നത് integral of cos x into e raised to minus x integral of cos x into e raised to minus x എന്ന് പറയുന്ന ആരാ 1/2 into e raised to minus x is equal to 1/2 into e raised to minus x into ആരാ വരുന്നത് sin x minus cos x ഓക്കെ sin x minus cos x ആയിരിക്കും sin x minus cos x ഓക്കെ ഫൈൻ അപ്പോൾ ഇയാളെ നമ്മൾ പിടിച്ച് ഈ വൈയുടെ ഇ റേസ് ടു മൈനസ് എക്സിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഇ റേസ് ടു മൈനസ് എക്സും ഇ റേസ് ടു മൈനസ് എക്സും ക്യാൻസലായിപ്പോയി ഫൈനലി നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ കയ്യിൽ വരുന്ന സൊല്യൂഷൻ എന്തായിരിക്കും ദിസ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു ആരാ വരുന്നത് 1/2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആയിരിക്കും ഓക്കെ fine so this is the solution അപ്പോൾ നമ്മളുടെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ y റേഷ്യോൻ്റെ നമ്മൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് റൂള് ഇതിനകത്ത് ഇൻ്റഗ്രേഷനിൽ കൊണ്ടുവരിക മാത്രമാണ് നമ്മൾ ഈ പാർട്ടിൽ അധികമായിട്ട് ചെയ്ത് ബാക്കി എല്ലാ മെത്തേഡ്സും നമുക്ക് നേരത്തെ ചെയ്ത രീതിയിൽ തന്നെയാണ് അപ്പോൾ ഒരുപാട് വൈവിധ്യമാർന്ന ക്വസ്റ്റ്യൻസ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വളരെ വ്യത്യസ്തമായ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു പാർട്ട് എന്തായിരുന്നു ഇതിനകത്തേക്ക് വരുന്നു നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമിനെ നമ്മളെടുത്ത് എങ്ങനെയായിരുന്നു y ഡാഷ് ദാറ്റ് മീൻസ് dy ബൈ ഡി എക്സ് അതായത് dy ബൈ ഡി എക്സ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ is equal to fx into y is equal to r of x അല്ലേ ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളെടുത്ത് ആ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു y ഇൻറ്റു ആരാ വരുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓക്കെ is equal to ആരാ വരുന്നത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ ഓഫ് r of x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി പക്ഷേ ഇതിനകത്തേക്ക് മറ്റൊരു രീതിയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് അതായത് ഈ ഡിവൈ ബൈ ഡി എക്സിന് പകരം ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ചേഞ്ച് ചെയ്യുന്നു അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈയെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആവുന്ന രീതിയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നു അതായത് ഡി എക്സ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു സം ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം ജി ഓഫ് വൈ ഇൻറ്റു വൈക്ക് പകരം എക്സ് വരുന്നു ആർ ഓഫ് എക്സിന് പകരം ഒരു ക്യൂ ഓഫ് വൈയും വരുന്നു എന്ന് സപ്പോസ് ചെയ്യാം ഓക്കെ ദിസ് ഈസ് ഇക്വേഷൻ ടു ഐ എം യൂസിങ് ഹിയർ ടു വേറെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ കോണ്ടെക്സ്റ്റിൽ മാത്രം എന്ത് ചെയ്യുക നിങ്ങളതിനെ മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് ഡി എക്സ് ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് പകരം ഇവിടെ വരുന്ന ആരായിരിക്കും എക്സ് ഇൻറ്റു അല്ലേ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓക്കെ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ആരാ വരുന്നത് ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് എക്സിന് പകരം ഇവിടെ ആരാ വരുന്നത് ക്യൂ ഓഫ് വൈ ദിസ് ഇസ് ഈക്വൽ ടു സം ക്യൂ ഓഫ് വൈ ഇൻറ്റു ആരായിരിക്കും വരുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സിന് പകരം ഇവിടെ വരുന്നത് ആരായിരിക്കും dy ആയിരിക്കും dy പ്ലസ് സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്താൻ ഈ കേസിലേക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ടായിരുന്നു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ആരായിരുന്നു ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ആയിരുന്നു ഓക്കെ ഇത് എന്തായിരുന്നു എക്സിലുള്ള ഒരു ഫംഗ്ഷനായിരുന്നു നേരെ മറിച്ച് ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഇയാളുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരായിരിക്കും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ ആരായി മാറും അല്ലേ ഇതിനകത്തേക്ക് വരുന്ന ജി ഓഫ് വൈ എഫ് ഓഫ് എക്സിന് പകരം ആരായി മാറും ജി ഓഫ് വൈ ഡി വൈ ആയിരിക്കും ഓക്കെ അതിനെ മനസ്സിലാക്കി വെക്കുക ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി മനസ്സിലാക്കിയെടുത്താൽ മതി വി ക്യാൻ മൂവ് ടു എ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാം എന്താണ് പറയാൻ പറ്റുന്നത് ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ജനറൽ
solution of differential equation, find general solution of the differential equation y dx minus x plus 2y square dy equal to 0. ഓക്കെ, അപ്പോൾ നമ്മളതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരാ വരുന്നത്? ദ ഗിവൺ ഈസ് ഇക്വേഷൻ 1 എന്ന് ഞാൻ അതിനകത്ത് കൊടുത്തു. അപ്പോൾ അതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വരുന്നു y dx ഈക്വൽ ടു ആരാ വരുന്നത്? എക്സ് പ്ലസ് 2y സ്ക്വയർ ഇൻറ്റു ഡി വൈ ആവും. ഓക്കെ, എക്സ് പ്ലസ് 2y സ്ക്വയർ ഇൻറ്റു ഡി വൈ ആവും. സോ വൈനെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു, അതുപോലെ ആ ഡി വൈയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, നേരെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള ഡി വൈ ഇവിടെ വരുന്ന സമയത്ത് എന്തായി മാറും? ഡി എക്സ് ഡിവൈഡഡ് ബൈ ആരായി മാറും? ഡി വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ആരായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു സം അല്ലേ എക്സ് ബൈ വൈ, അതായത് 1/y ഇൻറ്റു എക്സ് ആയിരിക്കും. ലാസ്റ്റ് വരുന്ന ആരാ? വൈ ഡിവൈഡഡ് ബൈ 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ വരുമ്പോൾ ആര് വരും? 2y വരും. ഓക്കെ, സി ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ് ബൈ വൈയെ ഞാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ എനിക്ക് എങ്ങനെ വരും ഇക്വേഷൻ? ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ, ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ മൈനസ് 6/y ഓർ 1/y ഇൻറ്റു എക്സ്. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു 2y. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. ആരാ വരുന്നത്? ഡി എക്സ് ബൈ ഡി വൈ അല്ലേ? ഡി എക്സ് ബൈ ഡി വൈ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് സം ജി ഓഫ് വൈ ഇൻറ്റു എക്സ്. ആക്ച്വലി ആരാണ് ഇവിടുത്തെ ജി ഓഫ് വൈ എന്ന് പറയുന്നത്? ജി ഓഫ് വൈ എന്ന് പറയുന്ന ആരാണ്? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/y ഈസ് ജി ഓഫ് വൈ. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മളിവിടെ പറഞ്ഞു തരാം ക്യൂ ഓഫ് വൈ. ആരാണ് ഇവിടുത്തെ ക്യൂ ഓഫ് വൈ ആയിട്ട് വരുന്നത്? ക്യൂ ഓഫ് വൈ, ദിസ് ഈസ് ക്യൂ ഓഫ് വൈ. ക്യൂ ഓഫ് വൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാ? 2y. സോ നമുക്ക് ആരെ പഠിക്കാം? സൊല്യൂഷനിലേക്ക് പോകാം. നമ്മുടെ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഈസ് ആക്ച്വലി, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത്? നമ്മളെ സൊല്യൂഷൻ ആരാ പറഞ്ഞത്? എക്സ് ഇൻറ്റു അല്ലേ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യൂ ഓഫ് വൈ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി വൈ പ്ലസ് സി. ഓക്കെ, സോ നമ്മൾ ആരെ കണ്ടെത്തണം? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ടു ഫൈൻഡ് ഐ എഫ് അല്ലേ, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഐ എഫ് ഇസ് ആക്ച്വലി വി ഹാവ് ഇക്വേഷൻ അല്ലേ, ഇയാളാരായിരിക്കും? ഇ റേസ് ടു ഇൻറ്റഗ്രൽ ഓഫ് എഫ് എക്സിന് പകരം ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ജി ഓഫ് വൈ ആയിരിക്കും. അവിടെ ഡി എക്സിന് പകരം വരുന്ന ആരായിരിക്കും? ഡി വൈ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു അല്ലേ, ഇ റേസ് ടു ഇവിടെ ആരാ വരുന്നത്? ദിസ് ഈസ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1/y, മൈനസ് 1/y ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് 1/y ഡി വൈ. സോ ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് 1/y ഡി വൈ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് 1/y ഈസ് മൈനസ് ലോഗ് വൈ. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലോഗ് വൈ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്? ഇ റേസ് ടു ലോഗ് വൈ റേസ് ടു മൈനസ് 1. ഇയും ലോഗും പോയിട്ട് ആരായി മാറും? വൈ റേസ് ടു മൈനസ് 1 എന്ന് പറയും. വൈ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാ? 1/y ആ. വൈ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാ? 1/y ആ. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ദ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ആരാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ ഈ പെർട്ടിക്കുലർ കേസിൽ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ആരാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/y. 1/y ആണ് ഈ പർട്ടിക്കുലർ കേസിൻ്റെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് സൊല്യൂഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. സൊല്യൂഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്ന ആരാ? ദിസ് ഈസ് നമ്മളിവിടെയാണ് എന്ത് ചെയ്യുന്നത്? സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദീസ് വാല്യൂസ് ഇൻ എ. എയിൽ കൊണ്ടുപോയിട്ട് എല്ലാ വാല്യൂസിനും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയിൽ കൊണ്ടുപോയിട്ട് എല്ലാ വാല്യൂസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആരാ? എക്സ് ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരാ വരുന്നത്? വൈ 1/y ആ വരുന്നത്. സോ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് 1/y ഇസ് ഈക്വൽ ഇൻറ്റഗ്രൽ ഓഫ് ആരാ വരുന്നത്? ക്യൂ ഓഫ് വൈ. എവിടെയാണ് ക്യൂ ഓഫ് വൈയുടെ വാല്യൂ? എന്താ നമുക്ക് വരുന്നത്? ക്യൂ ഓഫ് വൈയുടെ വാല്യൂ ആക്ച്വലി ആരാ വരുന്നത്? ക്യൂ ഓഫ് വൈ ഈസ് ആക്ച്വലി
ആരാ വരുന്നത് 2y ആണ്. സോ 2y q of y 2y into integrating factor 1 by y dy plus c. ഓക്കെ ഫൈൻ, വളരെ ഈസി ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തി. x ഇൻറ്റു 1 ബൈ ആ 1 ബൈ വൈയെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, നോ പ്രോബ്ലം. ഇൻ്റഗ്രൽ ഓഫ് 2y ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 dy പ്ലസ് സി ആണ്. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു ആരായിരുന്നു, വൈനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുക്കാം, y ഇൻറ്റു integral of 2 dy. Integral of 2 dy just 2 into a y, okay, plus c. So finally we found the solution is, ഈ y ഇങ്ങോട്ട് വരുന്ന സമയത്ത് y ആർക്ക് കൂടെ അവകാശപ്പെട്ടായിരിക്കും, c കൂടി അവകാശപ്പെട്ടായിരിക്കും, സോ c y ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും this is equal to 2y square plus cy is the general solution. 2y square plus cy is the general solution. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, നൗ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. യു ക്യാൻ ഡു ആസ് അസൈൻമെൻറ്റ്സ്. Okay, solve the differential equation. Solve the differential equation. Solve the differential equations. Solve the differential equations. Solve the differential equations. X into dy by dx plus 2y equal to x square. X into dy by dx plus 2y, x into dy by dx plus 2y equal to x square. ഓക്കെ, ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് dy by dx ഉണ്ട്, 2y ഉണ്ട്. ആ എക്സിനെ കൊണ്ട് എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്തേക്കാം. എക്സ് കൊണ്ട് എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എക്സ് പോയിട്ട് ഇവിടെ 2/x വരും. ആ 2/x ആയിരിക്കും അവിടുത്തെ എഫ് എക്സ് വരുന്നത്. എക്സ് സ്ക്വയർ ബൈ എക്സ് വരുമ്പോൾ എക്സ് മാത്രം ബാലൻസ് ആവും. ആർ ഓഫ് എക്സിൻ്റെ വാല്യൂ ആരായിരിക്കും, എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. സോൾവ് ദി IVP. dy by dx plus y cot x plus y cot x is equal to dy by dx plus y cot x equal to 2x plus x square cot x. 2x plus x square cot x. Okay, 2x plus x square cot x, where x not equal to 0. Where x not equal to 0, x not equal to 0, with an initial condition y is equal to 0 when x is equal to y of pi by 2 equal to 0. That is the initial condition. Y of pi by 2 equal to 0. See, ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് dy by dx പ്ലസ് y cot x അല്ലേ, ഇവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇവിടെ നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് cot x ആണ്. ദിസ് ഈസ് യുവർ ആർ ഓഫ് എക്സ് അല്ലേ, ഇതാണ് ഇവിടുത്തെ ആർ ഓഫ് എക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. എക്സ് നോട്ടിൻ്റെ വാല്യൂ ആയിട്ട് ഇനീഷ്യൽ കണ്ടീഷനിൽ പൈ ബൈ 2 വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് വൈ നോട്ടിൻ്റെ വാല്യൂ ആയിട്ട് ആര് വന്നിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്. സോ ഇതിന് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലിറ്ററേച്ചർ പരിധി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ, പ്രത്യേകിച്ചും നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒട്ടനവധി പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരുപാട് വ്യത്യസ്തമായ അപ്ലൈഡ് മേഖലകളിൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ട് കൂടിയാണത്. ഈ സെഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. കണ്ടിന്യൂ യുവർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.